ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന മരണകാരണങ്ങളായ അസുഖങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കിഡ്നിയുടെ രോഗങ്ങൾ. ഇതിന് പ്രധാന കാരണം 90% ആൾക്കാർക്കും ഇത് മനസ്സിലാവുന്നില്ല തുടക്കത്തിൽ എന്നുള്ളതാണ്. കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ബ്ലഡിലുള്ള ടോക്സിൻസിനെയും വേസ്റ്റ് പ്രൊഡക്ട്സിനെയും മാറ്റിയിട്ട് നമ്മളുടെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കിഡ്നി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലെ കെമിക്കൽസിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിനായിട്ട്, അതായത് സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം പോലെയുള്ള കെമിക്കൽസിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ടും അതുപോലെ pH ലെവല് കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മളുടെ കിഡ്നി നമ്മളെ സഹായിക്കുന്നു. അതുകൂടാതെ നമ്മളുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന RBC, റെഡ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതുപോലെ നമ്മളുടെ അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺസിനെ ബ്ലഡിലേക്ക് കലർത്തുന്നതും കിഡ്നികളാണ്. കിഡ്നിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ, ഒബിസിറ്റി, ഹാർട്ട് ഡിസീസസ്, സ്മോക്കിംഗ്, എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ, പൂർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപ്പും പഞ്ചസാരയും അതുപോലെ ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡും ഇതൊക്കെ ഉപയോഗിക്കുന്നത്, അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ശാരീരികമായ അധ്വാനമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളൊരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കിഡ്നിയുടെ ഡിസീസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് കിഡ്നികളുടെ രോഗങ്ങളെന്ന് നമുക്ക് നോക്കാം. അക്യൂട്ട് കിഡ്നി ഡിസീസസ്, കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ, കിഡ്നി ഇൻഫെക്ഷൻ, ക്രോണിക് കിഡ്നി ഡിസീസസ്, ഇതൊക്കെയാണ് നമ്മളുടെ കിഡ്നിയുടെ സാധാരണയായിട്ട് കാണാറുള്ള രോഗങ്ങൾ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡിനെ എഫക്റ്റീവ്ലി ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത് കിഡ്നിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുന്നത്. എന്നാൽ നമ്മുടെ മോദി കെയറിൽ ഒരു കിഡ്നി റീജൻ എന്ന് പറയുന്ന സൂപ്പർ സപ്ലിമെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കിഡ്നിയുടെ സുരക്ഷയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണിത്. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ദാരുഹൽദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരമഞ്ഞൾ, അതുപോലെ പുനർനവ എന്ന് പറഞ്ഞ തഴുതാമ, ഗോക്രൂ, ഞെരിഞ്ഞിൽ, മഞ്ചിഷ്ട, ദുദ്ലി, ഫ്ലാക്സ് സീഡ്, പൈപ്പർ ലോങ്ങം എക്സ്ട്രാക്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നമ്മളുടെ കിഡ്നി റീജിയനിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൽ ദാരുഹൽദി എന്ന് പറഞ്ഞാൽ മരമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കിഡ്നിയുടെ സ്റ്റോൺസിനെ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ മൂത്രത്തിൻ്റെ പ്രൊഡക്ഷനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുനർനവ, തഴുതാമ ഇതൊക്കെ നമ്മൾ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന പച്ചമരുന്നുകളാണ്. നമ്മുടെ സെല്ലുലർ ഡാമേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ യൂറിൻ പ്രൊഡക്ഷനെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞെരിഞ്ഞിൽ, നമ്മളുടെ ചെറിയ സ്റ്റോൺസൊക്കെ നമ്മളുടെ കിഡ്നിയിലുണ്ടെങ്കിൽ അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ഒരു ഗോക്രൂ, അതായത് ഞെരിഞ്ഞിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ മഞ്ചിഷ്ട ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ഡിസ്കംഫോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കൊണ്ടുണ്ടാകുന്ന വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ചിഷ്ട സഹായിക്കും. ദുദ്ലി സഹായിക്കുന്നത് ഓക്സിഡേറ്റീവ് ഡാമേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എക്സസ് സോൾട്ട്, അധികമുള്ള ഉപ്പ്, നമ്മളുടെ ബ്ലഡിലുള്ള ഉപ്പിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ഫ്ലാക്സ് സീഡ് നമ്മുടെ യൂറിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ സ്റ്റോണിൻ്റെ ഫോർമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ പൈപ്പർ ലോങ്ങം എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുരുമുളകിൽ നിന്ന് എടുക്കുന്നതാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ കിഡ്നി സ്റ്റോൺ ഡിസ്കംഫർട്ടിൻ്റെ എന്ന് പറയുന്ന വേദനയിൽ നിന്നും റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇത് ആർക്കൊക്കെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ പുവർ ഡയറ്ററി ഹാബിറ്റ്സ്, അനാരോഗ്യപരമായ ആഹാര രീതികൾ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് കഴിക്കാം. പിന്നെ ഹെവി ഡ്രിങ്കേഴ്സ്, കൂടുതൽ മദ്യം കഴിക്കുന്നവർക്കും, മദ്യം നേരത്തെ കഴിച്ച ശേഷം ഇപ്പോൾ മദ്യം വിട്ട ആൾക്കാർക്കും ഇത് കഴിക്കാൻ പറ്റും. അതുപോലെ ഏജിങ് പോപ്പുലേഷന് കഴിക്കാം. പിന്നെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ആൾക്കാർക്ക്
ഇത് മേജർ മീലിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ദിവസത്തിൽ ആ സമയത്ത് നമുക്ക് ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ ഇത് കഴിച്ച ശേഷം നമ്മൾ കൂടുതലും വാട്ടർ കൺസ്യൂം ചെയ്യുക. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കൊടുക്കണം. അതായത് 20 കിലോ ഭാരമുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് 60 കിലോ ആണെങ്കിൽ 3 ലിറ്റർ വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം. അതിനനുസരിച്ച് പ്രൊപ്പോർഷൻ അനുസരിച്ച് നമുക്ക് വാട്ടർ ഇൻടേക്ക് റെഗുലറായിട്ട് വേണം. ഇത് സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ശരീരത്തിന് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പം എല്ലാവരും ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമുക്ക് മോദി കെയർ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെടുന്നൊരു പ്രശ്നമാണ് കിഡ്നിയുടെ രോഗങ്ങൾ. അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വരാതെ നോക്കാൻ പറ്റും. ഇതൊരു മരുന്നല്ല. കിഡ്നിയുടെ രോഗം ഉള്ള ആൾക്കാർ ഡോക്ടറെ തീർച്ചയായിട്ടും പോയി കൺസൾട്ട് ചെയ്യണം. ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ മരുന്ന് കഴിക്കാവൂ. എന്നാൽ ഇത് മരുന്നല്ല, ഇതൊരു സപ്ലിമെൻ്റാണ്. രോഗം വരാതിരിക്കാനുള്ള സപ്ലിമെൻ്റാണ് നമ്മളുടെ കിഡ്നി റീജൻ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.